നമസ്കാരം. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ഒരു ദുരന്തമാണ് ചികിത്സാ ചെലവ് എന്ന് പറയുന്നത്. ആശുപത്രി വ്യവസായമായതിനു ശേഷം തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ഭീമമായ ബില്ല് കൊടുക്കേണ്ടി വരുന്നു. മുമ്പ് ഒരു ഡെലിവറിക്ക് നോർമൽ ഡെലിവറിയായി പ്രസവിച്ചു പോരുന്നതിന് മെഡിസിനോ മറ്റു ചെറിയ സർവീസോ ആയി 24 മണിക്കൂറോ 48 മണിക്കൂറോ കിടക്കേണ്ട സ്ഥാനത്ത് ഇന്ന് ഇത് വലിയ ഒരു രോഗമായി ചിത്രീകരിച്ചുകൊണ്ട് ലക്ഷങ്ങൾ വാങ്ങിയെടുക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. അതുപോലെ തന്നെയാണ് എന്തെങ്കിലും ഒരു ചെറിയൊരു വിവരമായിട്ട് ചില സമയത്ത് ബ്ലോക്ക് ഉണ്ട്, പരിശോധിച്ചിട്ടും ആൻറ്റിയോഗ്രാം കഴിഞ്ഞു ബ്ലോക്ക് ഉണ്ട്, 3 ബ്ലോക്ക് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ബ്ലോക്ക് മാറ്റാനുള്ള ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന ചികിത്സയൊക്കെ പിന്നെ നടക്കുന്നത്. ചിലപ്പോൾ 6 മാസത്തിനുള്ളിൽ വീണ്ടും ബ്ലോക്ക് നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. പലപ്പോഴും ഒരു വർഷത്തിനുള്ളിൽ സർജറി പോലും, ഹാർട്ട് ഓപ്പറേഷൻ പോലും ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ഈ ചികിത്സയ്ക്ക് വിധേയരാകുന്ന ആൾക്കാരുടെ ഭീമമായ തുക ചെലവഴിക്കുകയും ഒരുപക്ഷെ അവരുടെ കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്യും. ഇത്തരത്തിൽ സാഹചര്യം ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ആശുപത്രികളാണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന ചില ആനുകൂല്യങ്ങളുണ്ട്. നമുക്ക് നമ്മുടെ കിടപ്പാടം വിൽക്കാതെ തന്നെ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷെ ആ സൗകര്യങ്ങൾ മനഃപൂർവ്വം ആശുപത്രിക്കാർ നമ്മളോട് പറയില്ല. പറയാത്തതിൻ്റെ കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അനധികൃതമായി ബില്ല് ചാർജ് ചെയ്യാൻ പറ്റില്ല, അനധികൃതമായി നമ്മുടെ കയ്യിൽ നിന്ന് പണം വാങ്ങാൻ പറ്റില്ല. എല്ലാം കണക്കായിട്ട് വാങ്ങാൻ കഴിയൂ, കൃത്യമായ ചികിത്സയെ തരാൻ പറ്റൂ. അതായത് അമിത ബില്ല് വാങ്ങാൻ പറ്റില്ല, കച്ചവടം നടക്കില്ല. ആ കാരണത്താൽ അത്തരം വിവരങ്ങൾ നമ്മളോട് പറയാറില്ല. ഉദാഹരണത്തിന് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്റ്റെന്റ്, ഇത് നോർമലി ഏകദേശം ഒരു 7,000 മുതൽ 30,000 രൂപ വിലയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനിടയിലുള്ള എന്തെങ്കിലുമൊക്കെ സ്റ്റെന്റുകളാണ് വാങ്ങി ഈ കല്ല് നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇവിടെ ഇൻഷുറൻസ് ഉള്ള ഒരു സംവിധാനമുണ്ട് എന്ന് പലർക്കും അറിയില്ല. ഡോക്ടർമാരോ മറ്റാരും നമ്മളോട് പറയുമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു വിഷയമുണ്ട്. സത്യത്തിൽ നമ്മൾ പറയണം, നമുക്ക് ഒരു ചെറിയൊരു പൈസ, ഒരു ഇൻഷുറൻസ് തുക കൂടിയാലും ഇൻഷുറൻസ് ഉള്ള സ്റ്റെന്റ് ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ അവർ കൃത്യമായ മെഡിസിനുകളെ നമുക്ക് ഉപയോഗിക്കുകയുള്ളൂ, കൃത്യമായ ട്രീറ്റ്മെൻറ്റേ നമ്മൾ ചെയ്യൂ. അത് ഡോക്ടറോട് കൃത്യമായിട്ട് തന്നെ പറയാം. നമുക്ക് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ ശേഷം അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളും ഇൻഷുറൻസിൻ്റെ വിവരങ്ങളും നമുക്ക് തരണം, ഹാൻഡ് ഓവർ ചെയ്യണമെന്ന്. കാരണം ഭാവിയിൽ നമുക്ക് ഇൻഷുറൻസിൻ്റെ ആവശ്യം വേണ്ടി വന്നാൽ അതിലേക്ക് ക്ലെയിം ചെയ്യാൻ അത് വേണ്ടി വരും. അപ്പോൾ ആ സംവിധാനം വേണം എന്ന് പറഞ്ഞാൽ അവർ ഉറപ്പായും അതിനുള്ള സംവിധാനം തന്നെ ചെയ്യും. അതല്ലെങ്കിൽ അടുത്ത ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യും. നമുക്ക് അവിടെ ചെയ്യാമെന്നേ, ഇവിടെ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ലല്ലോ. അപ്പോൾ ഇൻഷുറൻസ് ഉള്ള സ്റ്റെന്റ് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള മെച്ചം 6 മാസത്തിനുള്ളിൽ വീണ്ടും ബ്ലോക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ആ ബ്ലോക്ക് നീക്കാൻ വേണ്ടി സ്റ്റെന്റ് അതിന് വേറെ പണം കൊടുക്കേണ്ടതില്ല. അത് സൗജന്യമായി നമുക്കത് ചെയ്ത് കിട്ടും, ചികിത്സാ ചിലവുമല്ല. അതുപോലെ ഒരു വർഷത്തിനുള്ളിൽ ഹാർട്ട് ഓപ്പറേഷൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചിലവും അതേ ഇൻഷുറൻസിൽ അങ്ങോട്ട് പോകും. അതിനാണ് ഇൻഷുറൻസ് കവറേജ് എന്ന് പറയുന്നത്. ഈ ഒരു സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഹാർട്ട് ഓപ്പറേഷൻ വേണ്ടി വന്നു, അല്ലെങ്കിൽ വീണ്ടും ഒരു ആൻജിയോപ്ലാസ്റ്റി വേണ്ടി വന്നു, അങ്ങനെ വരുമ്പോൾ തറവാട് പണയപ്പെടുത്തേണ്ട വല്ല ആവശ്യമുണ്ടോ? ഇല്ല. ഇത് ആശുപത്രികൾ പറയില്ല. അവർ വ്യവസായ സ്ഥാപനങ്ങളാണ്, അതുകൊണ്ട് തന്നെ അവരത് പറയില്ല. അതുകൊണ്ട് തന്നെ നമ്മളത് അറിയുകയുമില്ല. അപ്പോൾ ഇത് പലരും എന്നെ വിളിച്ച് പറഞ്ഞു, ചില വീഡിയോകളൊക്കെ അയച്ചു തന്നു. അപ്പോൾ ഞാൻ നെറ്റിലൊന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഇൻഷുറൻസ് സംവിധാനങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വീഡിയോ ചെയ്യുന്നത്. സത്യത്തിൽ ഇതുപോലുള്ള മറ്റ് പല സാഹചര്യങ്ങളും ഉണ്ടായിരിക്കാം. അതൊക്കെ നിങ്ങൾ ഓരോന്ന് ചെയ്യുന്നതിന് മുമ്പ് ഇതിൽ നമ്മുടെ പോക്കറ്റ് കാലിയാക്കാതെ, കീശ കാലിയാക്കാതെ ശരിയായ ട്രീറ്റ്മെൻറ്റ് കിട്ടാനുള്ള എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് വേണം ഒരു ചികിത്സയ്ക്കും പോകാൻ എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ആശുപത്രികൾ വ്യവസായ സ്ഥാപനങ്ങളായി മാറിപ്പോയ ഈ കാലത്ത് നമ്മൾ ആരോഗ്യവും നമ്മുടെ പണവും നമ്മൾ സംരക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ മറ്റാരാണ് സംരക്ഷിക്കുക? Different angles. Don't forget to subscribe and support this channel.